അടുത്തതായി ഈ ആദരവിന് മറുമൊഴി നൽകുന്നതിന് വേണ്ടി അധ്യാപകരെ ക്ഷണിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഗുരുനാഥന്മാരെ, സഹപ്രവർത്തകരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഈ ഒരു ദിവസം തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തില് അതിമഹത്തരമായ ചരിത്ര ലിപികളിൽ എഴുതാൻ തക്കതായ ഒരു ആഘോഷം തന്നെയാണ്. വർഷങ്ങളായി ഈ സ്കൂളിൽ നിന്നും പിരിഞ്ഞുപോയ വിദ്യാർത്ഥികളെ ഒരുമിച്ച് കാണാനും അതോടൊപ്പം തന്നെ സഹപ്രവർത്തകരെ തമ്മിൽ കണ്ട് ക്ഷേമാന്വേഷണങ്ങൾ നടത്താനും ഒരു കൂടിക്കാഴ്ച അവസരം ഒരുക്കി തന്ന ഇതിന്റെ പ്രവർത്തകരോട് ആദ്യമായി ഞാൻ നന്ദി രേഖപ്പെടുത്തട്ടെ. പിന്നെ ഞാൻ 2001 ഈ സ്കൂളിൽ നിന്നും പിരിഞ്ഞവർ പരോർ സോമനാഥൻ എന്ന തുല്യ നാമത്തിൽ അറിയപ്പെടുന്ന പി സോമപിള്ള. ഞാൻ മലയാള സാഹിത്യത്തില് 3 ബാലസാഹിത്യവും 2 നോവലുകളും ഒരു തർജ്ജിമ പുസ്തകവും ഹിന്ദിയിൽ നിന്നുള്ള തർജ്ജിമയാണ്. കാരണം ഞാൻ ദ്വിഭാഷിയാണ്. ഹിന്ദിയും മലയാളവും ഒരേപോലെ കൈകാര്യം ചെയ്യാൻ കഴിവുള്ളത് കൊണ്ട് ഹിന്ദിയിൽ നിന്നും കഥകൾ തർജ്ജിമ ചെയ്ത് ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചു. അങ്ങനെ 7 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് മലയാളത്തിൽ. 8ാമത്തെ കവിതാ സമാഹാരം താമസിയാതെ പ്രകാശനം ചെയ്യാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ അച്ചടി പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സാഹിത്യരംഗത്ത് നമ്മുടെ ഈ സ്കൂളിൽ നിന്നും നിങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകനായ ഞാൻ കടന്നു വന്നതിൽ സന്തോഷമുണ്ട്. ഞാൻ അതില് ഒരു 3 പുസ്തകമേ ഇപ്പം വിപണിയിലുള്ളൂ. ബാക്കി 4 പുസ്തകം വെച്ച് തീർന്നു, കിട്ടാനില്ല. ആ 3 പുസ്തകത്തിന്റെ ഒരു 11 പുസ്തകങ്ങൾ കോപ്പികൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് വാങ്ങി എന്നെ പ്രോത്സാഹിപ്പിക്കാവുന്നതാണ്. ഇനിയും മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ എല്ലാം പ്രോത്സാഹനം ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്കേവർക്കും എന്റെ നമസ്കാരം. എന്തിനാണ് എനിക്ക് പാട്ടാറില്ല, ഒരു വരി എനിക്കറിയാവൂ. അതുകൊണ്ട് ആളുകൾ ഇങ്ങനെ പറയാൻ കേൾക്കൂ. ഏറ്റവും പ്രിയപ്പെട്ട ഒരു മറക്കാനാവാത്തൊരു സംഭവമായാണ് ഞാനിത് കണക്കാക്കുന്നത്. കാരണം എൻ്റെ കുട്ടികളെ പോലെ തന്നെ എൻ്റെ സഹപ്രവർത്തകരെയും കാണാനൊക്കെ, പിന്നെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരിയാണ് ചന്ദ്രമതി അമ്മ. ഇത്രയും സമയം അടുത്തിരിക്കാനും ഞങ്ങൾ അവസരം ഉണ്ടാക്കി തന്നു. ഒരുപാട് കാര്യങ്ങൾ പറയാനും പറ്റും. ഇനി ആരോഗ്യം വളരെ മോശമാണ്. അതുകൊണ്ട് ഇനിയും നല്ലതും ഉണ്ടാക്കിയാൽ വരാനൊക്കുമെന്ന് തന്നെ അറിയാൻ വയ്യ. അതുകൊണ്ട് ഇത്രയും പറയുന്നുണ്ട്. മാന്യനായ സ്കൂൾ ഹെഡ് മാസ്റ്റർ, മാനേജർ, പൂർവ്വ വിദ്യാർത്ഥികളെ, ആരാധ്യരായ അധ്യാപകരെ, വിദ്യാർത്ഥികളെ, ഞാൻ 1966 മുതൽ 96 വരെ ഈ സ്കൂളിൽ ഒരു മാത്തമാറ്റിക്സ് അധ്യാപകനായി ജോലി നോക്കിയിട്ടുണ്ട്. വളരെ പുരാതനമായ ഈ സ്കൂൾ, പ്രശസ്തമായ ഈ സ്കൂളിൽ ഒരു എളിയ അധ്യാപകനായി ജോലി നോക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. ഇവിടെ 1987-88 അധ്യയന വർഷത്തിൽ SSLC പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു സംഗമമാണ് ഇവിടെ നടക്കുന്നത്. ഈ പ്രദേശത്തും സമീപ പ്രദേശങ്ങളുമായി ജീവിതത്തിന്റെ സായാഹ്നത്തിൽ എത്തി നിൽക്കുന്ന ഞങ്ങളെപ്പോലെയുള്ള ആളുകളെ കണ്ടെത്തി ക്ഷണിച്ച് ഇവിടെ
എത്തിച്ച ഈ പ്രവർത്തകർ ഓരോരുത്തരും അഭിമാനാർഹരാണ്. അവരുടെ ഈ പ്രവർത്തനത്തെ ഞാൻ അങ്ങേയറ്റം ശ്ലാഘിക്കുന്നു. ഇവർക്ക് എല്ലാ ആശംസകളും അർപ്പിക്കുന്നു. വാക്കുകൾക്ക് അതീതമായി ഞാൻ നന്ദി പറഞ്ഞുകൊള്ളുന്നു. താങ്ക് യു. ചുംബിച്ചു ചുംബിച്ചെന്നും ചിലടക്കുവാൻ വെമ്പുമിത ചുംബിച്ചു ചുംബിച്ചെന്നും ചിലടക്കുവാൻ നിങ്ങൾ പറഞ്ഞു ചുംബിച്ചു ചുംബിച്ചെന്നിലടക്കുവാൻ അത്രേ മതി. ചുംബിച്ചു ചുംബിച്ച് നെഞ്ചിലടക്കുവാൻ വെമ്പുമേ മുക്തയെ വഞ്ചിക്കാല. കോട്ടപ്പുറം ഹൈസ്കൂളിലെ 87-88 അധ്യയന വർഷത്തെ പൂർവ്വ വിദ്യാർത്ഥികളെ, നിങ്ങൾ ഇത്രയും പരിശ്രമിച്ച് ഇത്രയും ഒരു വലിയ കാര്യം നടത്തിയെടുക്കുന്നതിൽ ഞങ്ങൾക്ക് ചാരിതാർത്ഥ്യമുണ്ട്. വളരെയധികം സന്തോഷമുണ്ട്. എല്ലാ അധ്യാപകരെയും ഇവിടെ വരുത്തി ഇതിനെ പങ്കെടുക്കാൻ സഹായിച്ചതിൽ നിങ്ങളോടുള്ള അതീവമായ സന്തോഷവും ആത്മാർത്ഥതയും ഞാൻ പ്രകാശിപ്പിക്കുകയാണ്. നിങ്ങൾക്കെല്ലാം ഞങ്ങളുടെ ഇനിയും ഉള്ള അഭിനന്ദനങ്ങൾ നേരുകയാണ്. വേറെ ഒന്നും കൂടുതലായിട്ട് പറയാനില്ല. ഇവിടെയുള്ള എല്ലാ അധ്യാപകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. നിർത്തട്ടെ. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ ഞങ്ങളെല്ലാവരും വരുത്താൻ അനുഭവിച്ച വിഷമതകൾ ഞങ്ങൾക്കറിയാം. ഓരോരുത്തർക്കും അതിനുവേണ്ടി നന്ദി രേഖപ്പെടുത്തുന്നു. ഒരു പാട്ടുകൂടെ. വേദത്തിലും ശ്രീരാഗത്തിലും വാണരുളും ദേവി നിൻ മാണിക്യ വീണ തന്ത്രിയിലല്ലോ ലോകാന്തനാദമിരുപ്പു ഓർമ്മയിൽ മുക്കിയ വിരലുകൾ കൊണ്ടു ഞാൻ നാദബ്രഹ്മരൂപം വരച്ചു. ഓർമ്മയിൽ മുക്കിയ വിരലുകൾ കൊണ്ടു ഞാൻ നാദബ്രഹ്മരൂപം വരച്ചു. പ്രാർത്ഥനയിലും ജപമാലയിലും എൻ നിലവിളക്കിലും നിറയുന്ന രൂപം വേദത്തിലും ശ്രീരാഗത്തിലും വാണരുളും ദേവി. ദിക്കറിയാതെ തേജസ്സറിയാതെ ഇരുളിൽ വീണുഴലുന്നു ഞങ്ങൾ. അറിവിൻ്റെ ദീപം കാട്ടി നീ ഞങ്ങളെ കാത്തരുളേണേ ദേവി. വേദത്തിലും ശ്രീരാഗത്തിലും വാണരുളും ദേവി നിൻ മാണിക്യ വീണ തന്ത്രിയിലല്ലോ ഓങ്കാരനാദമിരുപ്പു ഓങ്കാരനാദമിരുപ്പു. പ്രിയമുള്ള പൂർവ്വ വിദ്യാർത്ഥികളെ, പൂർവ്വ അധ്യാപകരെ,
ഈ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ശ്രീ വിജയകൃഷ്ണൻ സാർ, ഈ സംഗമത്തിൽ പങ്കെടുക്കാൻ എന്നെയും ക്ഷണിച്ചതിൽ നിങ്ങളെ വളരെ സന്തോഷത്തോടെ നന്ദി രേഖപ്പെടുത്തുന്നു. പൂർവ്വ അധ്യാപകരെ കാണാനും നിങ്ങളെല്ലാം കാണാനും സംസാരിക്കാനും ഉള്ള ഭാഗ്യം ഉണ്ടായത് എനിക്ക് വളരെ സന്തോഷമാണ്. അപ്പൊ ഈ സംഗമത്തിൽ പങ്കെടുത്ത നിങ്ങളെ ഓരോരുത്തരെയും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. പ്രിയമുള്ള അധ്യാപകരെ, സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ, ഇതിന്റെ സംഘാടകരെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നിങ്ങൾ ഇപ്പോൾ 38 വർഷമായി നമ്മൾ തമ്മിൽ കണ്ടിട്ട് ഒരുപാട് വ്യത്യാസങ്ങൾ ഇതിനിടയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. നിങ്ങളിൽ പലരെയും കണ്ടാലും നമുക്ക് അത്ര തിരിച്ചറിയാൻ പറ്റാത്ത ഒരു ഇത്, നമ്മൾ ഏതാണ്ടൊക്കെ ചുരുങ്ങി ഏതാണ്ടൊക്കെ ഒരു ഇതിലൊക്കെ വന്നിട്ടുണ്ട്. എന്നാലും നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും, നമുക്കാണ് തിരിച്ചറിയാൻ പ്രയാസം. ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഈ കുടുംബജീവിതവും മക്കളും ഒക്കെ ആയിട്ടൊക്കെ കഴിയുമ്പോഴാണ് ഈ പണ്ട് തല്ലി പഠിപ്പിച്ച അധ്യാപകരെയൊക്കെ ഒന്ന് ആദരിക്കാമെന്ന് വിചാരിച്ച. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ മക്കള് മരുമക്കളും ഒക്കെ നിങ്ങളെ ആദരിക്കണ്ടേ? ആ സമയം ഏതാണ്ടൊക്കെ ആയിരിക്കുകയാണ്. ആയോന്നും അറിയാൻ വയ്യ. അപ്പോഴാണ് ഈ പണ്ടത്തെ അധ്യാപകരെയൊക്കെ നിങ്ങളൊന്ന് അനുസ്മരിക്കാനായിട്ട് നിശ്ചയിച്ചത്. അതിലൊക്കെ അതിയായ സന്തോഷമുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ഭാവി ഉണ്ടാകട്ടെ, ആയുരാരോഗ്യ സൗഖ്യത്തോടു കൂടി നിങ്ങളെല്ലാം കഴിയുമാറാകട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊള്ളുന്നു. സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ, എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകരെ, ശരിക്കും എൻ്റെ മക്കളെ പോലെ തന്നെയാണ് എനിക്ക് നിങ്ങൾ എല്ലാവരും. അത് പക്ഷേ പിന്നെ കുട്ടികൾക്ക് നമ്മളെ അറിഞ്ഞുകൂടാ, നമുക്ക് കുട്ടികളെ അറിഞ്ഞുകൂടാ, പക്ഷേ കുട്ടികൾക്ക് നമ്മളെ അറിയാം. അങ്ങനെ വരുമ്പോഴേ പിന്നെ പലവരെത്തുമ്പോഴേ എത്രയോ കുട്ടികൾ എൻ്റെ അടുത്ത് വന്ന് കാണുന്നുണ്ട്. പക്ഷേ എനിക്ക് അവരെ കണ്ടിട്ട് തിരിച്ചറിയാൻ വയ്യ. പക്ഷേ പിന്നെ എന്നാലും അവരെ പഠിപ്പിച്ചതാണെന്ന് നമുക്ക് എപ്പോഴും തോന്നും. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത്രയും നല്ല ഒരു ഇത് ഒരുക്കിയതിന് ഒരു നന്ദി രേഖപ്പെടുത്തുന്നു. നിങ്ങൾ എല്ലാവരും നല്ല നിലയിലെത്തിയെന്ന് കണ്ടതിൽ വളരെയേറെ സന്തോഷമുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും സർവ്വഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കും. പ്രിയപ്പെട്ട വിദ്യാർത്ഥി അധ്യാപകരെ, നിങ്ങൾ വളരെയധികം കഷ്ടപ്പെട്ട് ഇത്രയും നല്ലൊരു സംഗമം കാഴ്ചവെച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഞങ്ങൾ നിങ്ങളുടെയൊക്കെ അമ്മമാരാണ്, ഞങ്ങളെ മക്കളാണെന്നുള്ള രീതിയിലാണ് ഇപ്പോഴും കാണുന്നത്. ഇത് ഇപ്പോഴും നിങ്ങളാരെയും എനിക്ക് തിരിച്ചറിയാൻ വയ്യ. കുറച്ച് പേരെയൊക്കെ അറിയാം, വന്ന് കാലി തൊട്ടുപോകും. പക്ഷേ അവരെയൊക്കെ കാണുമ്പോൾ നമുക്ക് ഇപ്പോൾ ആ പഠിപ്പിച്ച നിങ്ങളുടെ സ്നേഹം രോമാഞ്ചം ഉണ്ടാവുകയാണ്. ഇത്രയും സ്നേഹം നിങ്ങൾക്കുണ്ടല്ലോ എന്നുള്ള ആ ഒരു സന്തോഷം. നിങ്ങൾക്ക് നല്ല ഒരു ഭാവി ഉണ്ടാകട്ടെ എന്ന് അനുഗ്രഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. പാട്ട് പാടണോ? ദൈവികമായ പാട്ടാണ്. പാടിക്കോ. ദൈവമേ കൈതൊഴം കേൾക്കുമാറാകണം, പാവമാം എന്ന് നീ ഓർക്കുമാറാകണം, എന്നുള്ളിൽ ഭക്തി ഉണ്ടാകുമാറാകണം, നിന്നെ ഞാൻ എന്നുമേ ഓർക്കുമാറാകണം. ദൈവമേ കൈതൊഴാൻ കേൾക്കുമാറാകണം, പാവമാം എന്നെ നീ ഓർക്കുമാറാകണം, എന്നുള്ളിൽ ഭക്തി ഉണ്ടാകുമാറാകണം, നിന്നെ ഞാൻ എന്നുമേ ഓർക്കുമാറാകണം, നിന്നെ ഞാൻ എന്നുമേ ഓർക്കുമാറാകണം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ,
സഹപ്രവർത്തകരെ, സ്നേഹനിധികളായ വിദ്യാർത്ഥികളെ, എല്ലാവരെയും വീണ്ടും വീണ്ടും കാണാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇന്ന് ഇതിവിടെ സംഘടിപ്പിച്ച എൻ്റെ വിദ്യാർത്ഥികൾക്ക് അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവരെയും കാണാനും ഒരു നോക്ക് കാണാനും കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. അധ്യാപികയായ ഞാൻ കുട്ടിക്കാലം മുതൽ ആഗ്രഹിച്ചതാണ് ഒരു അധ്യാപികയാകാൻ. അത് സാധിച്ചു കിട്ടുകയും ചെയ്തു. ഇന്നും എനിക്ക് കുട്ടികളെ പഠിപ്പിക്കാൻ അതിയായ ആഗ്രഹമുണ്ട്. വാർദ്ധക്യത്തിലെത്തിയെങ്കിലും ഞാൻ വീണ്ടും വീണ്ടും അതിനാഗ്രഹിക്കുകയാണ്. ഞാനൊരു കവിത ചൊല്ലാം ഹിന്ദിയിൽ. ഹേ ഗുലാബ് ഭി കിത്നാ സുന്ദർ, കിത്നാ ഉസ്കാ രൂപ മനോഹർ, രംഗ് രംഗ് കാ ഫൂൽ ദിഖാത്താ, ക്യാ ബാംഗാ സുഗന്ധ ഫൈലാത്താ, കലിയാങ്കിത്തനി ശോഭാ വാലി, സച്മുച്ച് ഇൻകി ചടാ നിരാലി, उन्हें तोड़ कर लाएंगे हम, माला गूंद बनाएंगे हम. वक्त देखो खांडे हैं उसमें, ऐब नहीं दुनिया में किसमें. तुम ऐबों पर ध्यान न देना, विद्या सीख सभी से लेना. നമസ്കാരം. താങ്ക് യു. വേദിയിലും ഒപ്പം സദസ്സിലുമുള്ള എല്ലാ പേർക്കും എൻ്റെ വിനീത ഭാഷയിൽ നമസ്കരിക്കുന്നു. ഇന്ന് ഈ നൊസ്റ്റാൾജിയ 88 ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ള 87-88 ബാച്ചിലെ സ്റ്റുഡൻസിനോട് അസൂയാത്മകമായിട്ടുള്ള ഒരു നിലപാടാണ് എനിക്കുള്ളത്. കാരണം ഇത്രയും വളരെ ഭംഗിയായി സംഘടിപ്പിക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലല്ലോ. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഇത്രയും പ്രതീക്ഷിച്ചല്ല ഞാനിവിടം വരെ വന്നിട്ടുള്ളത്. കാരണം വളരെ നല്ല രീതിയിലുള്ള ഒരു ചടങ്ങ് മാത്രമേ ഉണ്ടാകൂ എന്ന് മാത്രമാണ് ഞാൻ ധരിച്ചിരുന്നത്. പക്ഷേ ഇത്രയും വളരെ പ്രൗഢഗംഭീരമായി സംഘടിപ്പിച്ച നിങ്ങളെ ഓരോരുത്തരെയും നൊസ്റ്റാൾജിയ 88 അംഗങ്ങളോടും അതുപോലെ തന്നെ അതിൻ്റെ അണിയറ ശില്പികളോടും എൻ്റെ അതീവമായിട്ടുള്ള നന്ദി ആദ്യം രേഖപ്പെടുത്തുന്നു. പിന്നെ എൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് 81, 82, 83 കാലഘട്ടങ്ങളിൽ ഞാൻ കോട്ടപ്പുറം ഹൈസ്കൂളിൽ ലീവ് വേക്കൻസിയിൽ വരികയും 84 മുതൽ പെർമനൻ്റ് വേക്കൻസിയിൽ തുടരുകയും ചെയ്തു. എന്നിട്ട് 1916 മെയ് മാസം 31-ാം തീയതി ഞാൻ ഇവിടുന്ന് പടിയിറങ്ങുന്നു. 2016 അല്പം ഓർമ്മ കുറവുണ്ട് കേട്ടോ. 2016 മെയ് മാസം 31-ാം തീയതി ഈ പടിയിറങ്ങും. 31-ാം തീയതി പടിയിറങ്ങിയ ശേഷം എൻ്റെ വർക്കിംഗ് ഞാൻ നിർത്തിയില്ല. ഞാൻ വീണ്ടും ചവറ MLA വിജയൻപിള്ള സാറിൻ്റെ കോളേജിലേക്കാണ് പോയത്. ജൂൺ 1 അവിടെ പോയി ജോയിൻ ചെയ്തു. എന്നിട്ട് ഇന്നും വർക്കിംഗ് തുടരുന്നു. 2016 മുതൽ 2026 വരെ ആകുമ്പോൾ 10 വർഷമാകും ഞാൻ ഈ എൻ്റെ ഫീൽഡിൽ വർക്ക് ചെയ്തത്. അറിയാവുന്ന ജോലി അതല്ലേ ഉള്ളൂ. അപ്പോൾ അത് തന്നെ അവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷനിൽ ഞാൻ വർക്ക് ചെയ്ത് മുൻപോട്ട് പോകുന്നു. അപ്പോൾ ഇത്തരം ഒരു സാഹചര്യങ്ങളിൽ പങ്കെടുക്കുവാനും നിങ്ങളെല്ലാം ഒത്തൊരുമിച്ചൊന്ന് കാണുവാനും എനിക്ക് അവസരമൊരുക്കി തന്ന നൊസ്റ്റാൾജിയ 88 അതിൻ്റെ സംഘാടകരോട് അതീവമായ നന്ദിയും കടപ്പാടും സ്നേഹവും എല്ലാം രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി. ബഹുമാനപ്പെട്ട അധ്യാപകരെ, മാനേജർ, സുഹൃത്തുക്കളെ, 88 ബാച്ച് സുഹൃത്തുക്കളെ, വളരെ സാറ് പറഞ്ഞ പോലെ വളരെ അഭിമാനപൂർവമായ ഒരു നിമിഷമാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം തുടർച്ചയായിട്ട് SLCക്ക് 100% വിജയം നമ്മൾ കൈവരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കയ്യടി തരാം. 100% വിജയമാണ്. മാനേജ്മെന്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ മാനേജർമാരെല്ലാം ഒന്നായി പഴയ രീതിയിൽ സ്കൂൾ വീണ്ടും നിങ്ങളെ നിർമ്മാണ പ്രവർത്തനങ്ങളെ കണ്ടു കാണും. വീണ്ടും പഴയ പോലെ നല്ല രീതിയിൽ സ്കൂള് മുന്നോട്ട് പോവുകയാണ്. ഒരു കാര്യം എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, നല്ലൊരു കാര്യമാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അധ്യാപകരെ ഓർക്കുക. അത് സ്കൂൾ കാലഘട്ടത്തിൽ അധ്യാപകരെ ഓർക്കുക എന്നുള്ളത്, നമ്മൾ ഇത്രയും കൊല്ലം കഴിഞ്ഞിട്ടും വീണ്ടും വീണ്ടും ഓർക്കുക എന്നുള്ളത് നമ്മുടെ മനസ്സിന്റെ ഏറ്റവും വലിയ നന്മയാണ് എന്നുള്ള യാതൊരു സംശയവുമില്ല. വേറെ ഒരു കാര്യം ഇവിടെ സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ കുട്ടികളെ എടുത്ത് നോക്കുകയാണെങ്കിൽ സാമ്പത്തികമായിട്ടും വളരെയേറെ പിന്നോക്കം നിൽക്കുന്ന അവസ്ഥയിലുള്ള കുട്ടികളാണ് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നത്.
ഞാൻ HM പോസ്റ്റ് വന്നതിന് ശേഷം അത് അധ്യാപകരാകുമ്പോഴത്തേക്ക് നമുക്ക് അത്ര ഫീൽ ചെയ്യത്തില്ല. HM പോസ്റ്റ് ആയതിനു ശേഷം ആഹാരത്തിന് വേണ്ടി വരുന്ന കുട്ടികൾ വരെ ഉണ്ട്. പഠിക്കാൻ വേണ്ടിയല്ല, വീട്ടിൽ ആഹാരം ഇല്ലായ്മ കൊണ്ടല്ല, വീട്ടിലെ സാഹചര്യം കൊണ്ട് പറ്റാതെ ആഹാരത്തിന് വേണ്ടി വരുന്ന കുട്ടികൾ ഇപ്പോഴും ഉണ്ട് എന്നുള്ള കാര്യം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെ വരുന്ന ഈ കൂട്ടായ്മ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ കൂടി ചെയ്യാനുള്ള സന്നദ്ധത ഉണ്ടായിരിക്കണമെന്ന് കൂടി അറിയിക്കുകയാണ്. ധാരാളം ഇതേയുള്ള കഴിഞ്ഞ കൊല്ലവും ഇതേപോലുള്ള കൂട്ടായ്മകൾ ഉണ്ടായിരുന്നു. സ്കൂൾ തുറക്കുന്ന സമയത്ത് യൂണിഫോമുകളും മറ്റുള്ള സ്പോർട്സിന്റെ സാധനങ്ങളൊക്കെ കുട്ടികൾക്ക് നൽകുന്നുണ്ട്. വേറെ കൊണ്ട് പറയുന്നതല്ല, നിങ്ങൾ തരത്തില്ല ഒന്നും ഞാൻ പറയുന്നതല്ല. വരുന്ന സമയങ്ങൾ, വരുന്ന കാലഘട്ടം, പെട്ടെന്ന് ഇപ്പം നല്ലതായ ഒരു പ്രോഗ്രാമാണ്, ഇപ്പം ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് എനിക്കറിയാം. ഇനി വരുന്ന വർഷങ്ങളിൽ കൂടി ഇങ്ങനെയുള്ള കുട്ടികൾ കൂടി നമ്മളെ വിദ്യാലയങ്ങളിൽ ഇപ്പോഴും പഠിക്കുന്നുണ്ട് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയായിരുന്നു. ആഹാരത്തിന് വേണ്ടിയിരുന്ന കുട്ടികൾ വരെ ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ മാനേജ്മെന്റിന്റെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ സ്കൂളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കണ്ടു കാണും, ബിൽഡിംഗ് എല്ലാം മാറ്റി പണിഞ്ഞുകൊണ്ടിരിക്കുന്നു. എല്ലാ കാര്യങ്ങളും നല്ലതിലേക്കാണ് പോകുന്നത്. ഏതായാലും എല്ലാവിധ ആശംസകളും ഈ പ്രോഗ്രാം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ട അധ്യാപകരെ, സ്കൂളിന് വേണ്ടി ഇത്രയും ഒരുക്കിയ എല്ലാ ആളുകൾക്കും നന്ദി. പിന്നെ കൂടുതലായിട്ട് എനിക്കൊന്നും പറയാനില്ല. നന്ദി, നമസ്കാരം. ഹലോ.